ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് പുതിയൊരു റെസിപ്പിയാണ്. ഗോതമ്പ് പൊടിയും മുട്ടയും ക്യാരറ്റും ഉപയോഗിച്ചാണ് റെസിപ്പി. ഇതിനു വേണ്ടി ഞാൻ 2 ഗ്ലാസ് ഗോതമ്പ് പൊടിയും 2 മുട്ടയും 2 ക്യാരറ്റും ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി. ഞാൻ കുറച്ച് കൂടുതൽ എമൗണ്ടിലാണ് എടുക്കുന്നത്, കാരണം കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് 1 ഗ്ലാസ് ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ 1 മുട്ടയും 1 ക്യാരറ്റും ഉപയോഗിച്ച് ഇത് ഉണ്ടാക്കാവുന്നതാണ്. വളരെ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഇവിടെ വട്ടത്തിലാണ് അരിഞ്ഞത്, കനം കുറച്ച്. എന്നിട്ട് നമുക്കിത് നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിക്കുന്നുണ്ട്. ക്യാരറ്റ് മുങ്ങി കിടക്കുന്ന രീതിയിൽ ഏകദേശം പാൽ ഒഴിച്ചിട്ട് ഞാനിത് അടിച്ചെടുക്കുന്നുണ്ട്. ഏകദേശം ഈ രീതിയിലൊക്കെ ഒന്ന് അരഞ്ഞ് കിട്ടണം. അതിനുശേഷം നമുക്കിത് ഗോതമ്പ് പൊടിയിലേക്ക് ചേർക്കാം. ഇതെല്ലാം ഇതിലേക്കൊന്ന് വടിച്ചിട്ട ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് 2 മുട്ട പൊട്ടിച്ചിടാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പിടാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് വീണ്ടും ഇട്ട് കൊടുക്കുന്നതായിരിക്കും. ഇതിൽ മധുരം കിട്ടാനായിട്ട് പഞ്ചസാര ഇടുന്നുണ്ട്. 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇടുന്നത്. പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ശർക്കര പാനി ചേർക്കാവുന്നതാണ്. മധുരം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര 3 ടീസ്പൂൺ ആയാലും ഇടാവുന്നതാണ്. ഇനി ഞാനിതിലേക്ക് കുറച്ച് പാൽ ചേർക്കുന്നുണ്ട്. നിങ്ങൾ 1 മുട്ട ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പാലിൻ്റെ അളവ് കുറച്ചും കൂടി കൂട്ടാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്യാം. മിക്സിയിൽ അടിച്ചെടുക്കാം. ഒന്നുകൂടി നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടേണ്ടതുണ്ട്. ഞാനിതെല്ലാം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് അരഞ്ഞ് കിട്ടണം. അതിനുശേഷം ഇത് ഞാൻ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനുവേണ്ടി ഒരു പാത്രം എടുത്ത് അതിൽ എണ്ണ തൂത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പകർത്തി കൊടുക്കാം. ഞാനിവിടെ ഇങ്ങനെ നിരത്തി പരത്തി കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡർ കയ്യിലുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട കൂട്ടത്തിൽ നിങ്ങൾക്ക് ഒരു നുള്ളി ഇടാവുന്നതാണ് കേട്ടോ. ഇവിടെ അതൊന്നും ഇട്ടിട്ടില്ല. ഇതുകൂടാതെ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ കാഷ്നട്ടോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ക്യാരറ്റ് തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ കുക്കറിൻ്റെ തട്ടുകയിൽ വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ വെന്ത് വന്ന ശേഷം ചെറിയ രീതിയിൽ ചോക്ലേറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്, മേലെ മാത്രം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വിചാരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സ്കൂൾ വിട്ട് വന്ന പിള്ളേർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക.